തൽക്കാലം ഡോക്ടറേറ്റ് കിട്ടിയ ഒരാളുണ്ട്, അയാൾ മതിയോ? ഒരു മനുഷ്യനൂടെ വേദന കൊണ്ട് മരണോപ്രാളം കാണിക്കുമ്പോൾ നിനക്കൊക്കെ അത് കാണുന്ന ഒരു രസമാണ്. Want to kill me? Take this. Come on, take this. നമുക്ക് 3 വഴികളേ ഉള്ളൂ. ഞാനൊരു മാസ്റ്റർ പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്പർ 1, ഹോസ്റ്റേഴ്സിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സങ്കേതത്തെ ഇന്ന് രാത്രി സകല പോലീസ് സന്നാഹത്തോടു കൂടി വളയുക. MSP, KAP, SAP എന്നിവരുടെ സഹായത്തോടു കൂടി അപ്രതീക്ഷിതമായ ഒരു ആക്രമണം അവരെ അമ്പരപ്പിക്കും. സൈമുൾട്ടേനിയസ് ആയി നമുക്ക് നേവിയുടെയോ മറ്റോ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് കുറച്ചുപേരെ നേരിട്ട് താഴോട്ടിറക്കാം. സണ്ണിലാണല്ലേ? യെസ്. നമ്പർ 2, ഡൽഹിയിൽ നിന്നും മിലിറ്ററിയുടെ സഹായം തേടുക. അവർ വരുമ്പോഴേക്കും തടവുകാരുടെ കഥ കഴിഞ്ഞിരിക്കും. നാളെ രാത്രി 12 മണിക്ക് മുൻപ് ഇതിനൊരു അവസാനം കണ്ടെത്തിയിരിക്കും സാർ. ഞാൻ ഉറപ്പു തരുന്നു, ആ സമയത്തിനുള്ളിൽ തടവുകാരെ മോചിപ്പിച്ചിരിക്കും. എപ്പോൾ, എങ്ങനെ എന്നൊന്നും സാർ ഇപ്പോൾ ചോദിക്കരുത്. നടക്കുന്ന കാര്യമാണോ ഇമ്രാൻ? അസാധ്യമായ ഒരു കാര്യം നടക്കുമെന്ന് പറഞ്ഞ് സാറിനെ സമാധാനിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. അതല്ല ഇമ്രാൻ, എവിടുന്ന് തുടങ്ങണം, എങ്ങനെ വേണമെന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ നമ്മളിപ്പോൾ? സാർ ധൈര്യമായിട്ടിരിക്കണം. എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് കിട്ടാതിരിക്കില്ല. പിന്നെ ഇതൊക്കെ നമ്മളാണോ ചെയ്യുന്നത് സാർ? യെസ് സാർ, ചാൾസിന്റെ ഫോൺ ഉണ്ടായിരുന്നു. ഒരു ഡോക്ടറെ അത്യാവശ്യമായി വേണമെന്ന്. 2 മണിക്ക് സ്പോട്ടിൽ വെയിറ്റ് ചെയ്യും. സ്പോട്ട് സാറിന് അറിയാമെന്ന് പറഞ്ഞു. ആർക്കാ അസുഖം എന്ന് പറഞ്ഞു? ഇല്ല സാർ. ആരാ ഫോൺ അറ്റൻഡ് ചെയ്തത്? CI ആണ്. ഞാൻ പറഞ്ഞില്ലേ സാർ, നമുക്കൊരു ഓപ്പണിംഗ് കിട്ടാതിരിക്കില്ലെന്ന്. ദിസ് ഈസ് അവർ ചാൻസ്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. ഡോക്ടർ വലിയൊരു റിസ്ക് ആണ് എടുക്കാൻ പോകുന്നത്. ബി കെയർഫുൾ. അസുഖം ആർക്കായാലും യു ഡു യുവർ ഡ്യൂട്ടി. അത് പിന്നെ പറയണോ? മേനൻ, ഡോക്ടർ തിരിച്ചു വരുന്നവരെ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. കമോൺ ഡോക്ടർ, കമോൺ.
ഇതാ പാലസിന്റെ വിവിധ ആംഗിളുകളിലുള്ള ഫോട്ടോസാണ്. പാലസിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി മേനോൻ സാർ പറഞ്ഞതിലും വളരെ ശക്തമാണ്. അതുകൊണ്ട് നേരിട്ടുള്ള ഒരു സമീപനം നമുക്ക് സാധ്യമല്ല. ഈ പാലസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും സാറിന് അറിയാമോ? ഇവിടുന്ന് കുറച്ച് അകലെയുള്ള ഒരു കോവിലകം വകയാണ് ഇപ്പോഴും ആ പാലസ്. ഒരു കേസ് സംബന്ധമായി ഒരിക്കൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അന്ന് അവിടെ പ്രായം ചെന്നൊരു തമ്പുരാനുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഞങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നത്. തമ്പുരാനെ കാണാൻ വന്നതാ. ഓ, ഇരിക്കുക. താൻ ഇൻസ്പെക്ടർ അല്ലേ? 2 വർഷം മുമ്പ് ഞാൻ സ്റ്റേഷനിൽ വന്നിരുന്നു. കൊട്ടാരത്തിലെ ഒരു കളവ് കേസിന്റെ കാര്യത്തില് അന്ന് താനായിരുന്നു ഇൻസ്പെക്ടർ. അല്ല, ഓർമ്മയുണ്ടാവില്ല. ഇപ്പൊ ഓർക്കുന്നു. ഇപ്പൊ എന്താ വിശേഷിച്ച്? അങ്ങയുടെ കോവിലകം വക ഒരു പഴയ കൊട്ടാരമില്ലേ കാട്ടിനുള്ളിൽ? അതിനെക്കുറിച്ച് അറിയാമെന്നാ. എന്താ കാര്യം? വളരെ രഹസ്യമാണ്. കൃഷ്ണ, കുറച്ച് VIPസിനെ ചില ടെററിസ്റ്റുകൾ ചേർന്ന്, അല്ലത് കുറച്ച് വലിയ ആൾക്കാരെ ചില കള്ളന്മാർ ചേർന്ന് റാഞ്ചി ആ കൊട്ടാരത്തിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. അവരെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ആ കൊട്ടാരത്തിനുള്ളിലേക്ക് കടക്കാൻ എന്തെങ്കിലും രഹസ്യ മാർഗങ്ങളുണ്ടെങ്കിൽ അതറിയണം. അതിനാണ് ഞാൻ വന്നത്. ഇതിലെന്താ രഹസ്യം? സംഭവം ഞാൻ ഇന്നലെ അറിഞ്ഞിരിക്കണു. കേന്ദ്രമന്ത്രി ഭരതമ്മേന്റെയും കൂട്ടരല്ലേ? അല്ല, അവിടത്തെ സൂക്ഷിപ്പുകാരൻ രാമൻ ഇന്നലെ ഇവിടെ വരേണ്ടതാ ചെലവ് കാശ് വാങ്ങാൻ. ഇപ്പൊ എനിക്കൊരു സംശയം. അവനെയും അവര് തനിക്ക് പാലസിനെ കുറിച്ച് അറിയണം അല്ലേ? ആ പാലസ് നിൽക്കുന്നത് 240 ഏക്കറില. വലിയൊരു കെട്ടിടം, കൂടാതെ 3-4 എണ്ണവും. ജോലിക്കാർക്ക് താമസിക്കാൻ വേറെയും. 2 കുളമുണ്ട്, 3 കിണറുമുണ്ട്. ചുറ്റുമതിലിനോട് ചേർന്ന് 6 അടി വീതി 10 അടി താഴ്ചയിൽ ഒരു കിടങ്ങുണ്ട്, ആന കയറാതിരിക്കാൻ. ഒരു മുല്ലപ്പന്തലും മണിമാളികയും ഉണ്ട്. ഇത്രയും പുറത്തെ വിശേഷം. അകത്ത് ചെറുതും വലുതുമായി 28 മുറികളാണുള്ളത്. വലിയ കെട്ടിടത്തിന്റെ തെക്ക് വശത്ത് 3 നില, ഭൂമിക്കടിയിലുള്ളതും ചേർത്ത് 4 നിലകൾ. ഇത്രയും അകത്തെ വിശേഷം. ഈ പാലസിനകത്തേക്ക് കടക്കാൻ ഏതൊക്കെ മാർഗങ്ങളാണുള്ളത്? നേരായ വഴി ഒരു ടാറിട്ട് റോഡാ. അത് മുറ്റം വരെ ചെല്ലും. പക്ഷേ നേരായ വഴി പോയാൽ തന്റെ കാര്യം നടക്കുവോ?